ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങ് കറി വെച്ചു കേട്ടോ. ചപ്പാത്തിക്ക് വേണ്ടിയുള്ളതാണ്. ചപ്പാത്തിയുടെ ഇന്നിപ്പോൾ വാവല്ലേ, കറുത്ത വാവ്. അപ്പോൾ വെളുത്തുള്ളി ഒന്നും എടുക്കാതെ ഒരു മസാലക്കറി പോലെ തന്നെ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ മണ്ഡലക്കാലമല്ലേ, അപ്പോൾ ഞാനും കുറച്ച് നോയമ്പൊക്കെ എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നും എടുക്കുന്നല്ല, ഏകാദശിക്ക് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ. ഇപ്പോൾ ഇന്നിപ്പോൾ വാവാണ്, അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഇടയ്ക്കൊക്കെ ഒരു ഉപവാസം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മിക്കവാറും ഇതുപോലെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർക്കാതൊക്കെ ഉണ്ടാക്കും കേട്ടോ. എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ഇതെന്താ എല്ലാ കറിയിലും വെളുത്തുള്ളിയാണല്ലോ, എല്ലാത്തിലും ഉള്ളിയാണല്ലോ എന്ന്. അത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വാവാണ്, അപ്പോൾ അത് കാരണം ഞാൻ ഉള്ളിയൊന്നും എടുക്കില്ല. പിന്നെ വൃശ്ചികം 1-ാം തീയതി ആയിരുന്നു, അപ്പോൾ മണ്ഡല ആരംഭം. പിന്നെ ഇപ്പോൾ ഏകാദശി വരും. അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രത്യേക വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ മാത്രം ഉള്ളി വെളുത്തുള്ളി ഒന്നും എടുക്കില്ല. ബാക്കി എല്ലാ ദിവസവും ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിരിക്കും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു 5 ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ വേവിക്കാൻ പോണത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് ചൂടാറിയിട്ട് അത് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ച് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ അരപ്പിന് വേണ്ടി ഞാൻ ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു കാശ്മീരി മുളക് കേട്ടോ, ഒരു 2 എടുത്തു. പിന്നെ കുറച്ച് ജീരകം, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ. പിന്നെ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ചൂടാക്കിയിട്ട് ഇത് കണ്ടില്ലേ, ഈ സ്റ്റാർ പോലെയുള്ള ഇതിൻ്റെ ഒരു പീസേ ഞാൻ എടുക്കണുള്ളൂ, കുറച്ച് എടുക്കണുള്ളൂ. പിന്നെ ബേ ലീഫ്, പിന്നെ ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം എല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് പിന്നെ അരപ്പും കൂടി ചേർത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട്, വേണമെങ്കിൽ മറ്റേ എരിവുള്ള മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ ഇട്ടില്ല, പച്ചമുളക് നല്ല എരിവുണ്ടല്ലോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് ഉണ്ടാവില്ല, പച്ചച്ചൊവ ഉണ്ടാവില്ല, അതൊന്ന് മാറട്ടെ. എന്നിട്ട് ആ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കണം. അപ്പോൾ അതിന് മുമ്പ് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം കുറച്ചും കൂടി ഒഴിക്കുക കേട്ടോ. കാരണം നല്ല എന്താ പറയുക, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുമല്ലോ, അപ്പോൾ തിക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം. അപ്പോൾ ഞാൻ ഏകദേശം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കസൂരി മെത്തിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ സവാളയോ മറ്റേ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കും.